നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 8, 2026 ബുധൻ. ഇന്ന് വെളുപ്പിനോടുകൂടി ഇറാനും യുഎസും തമ്മിൽ രണ്ടാഴ്ചത്തേക്ക് കണ്ടീഷനോട് കൂടിയിട്ടുള്ള സീസ് ഫയർ വന്നതിനെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനും ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി, മാത്രമല്ല യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരുന്നവരെ പോലെ തന്നെ നമ്മളെപ്പോലത്തെ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സുമായ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനും ഏകദേശം 39 ദിവസങ്ങൾക്ക് ശേഷം ഒരു റിലീഫും ലഭിക്കുകയുണ്ടായി. എന്നാൽ അതേസമയം ഇന്ന് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു ദിനം തന്നെയാണെങ്കിലും പല ട്രേഡേഴ്സിനും ഇന്ന് ശക്തമായ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനെ തുടർന്ന് ശക്തമായ ഒരു നഷ്ടവും നേരിടേണ്ടി വന്ന ഒരു ദിനം തന്നെയാണ്. എങ്കിലും ഏറെ കാലങ്ങൾക്ക് ശേഷം മാർക്കറ്റിലേക്ക് ശക്തമായ സുഖമുള്ളൊരു കാറ്റ് വീശുകയും ചെയ്തു. തൽഫലമായി നിഫ്റ്റിക്ക് ഏകദേശം ഒരു മാസങ്ങൾക്ക് ശേഷം, അഥവാ കഴിഞ്ഞ മാസം 12-ാം തീയതിക്ക് ശേഷം വീണ്ടും 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് തൊട്ട് താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഇന്ത്യ വിക്സിന് മാർച്ച് 18-ന് ശേഷം 20 എന്ന സൈക്കോളജിക്കൽ ലെവലിന് തൊട്ട് താഴെയായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ശക്തമായ ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നതും. തുടർന്നങ്ങ് മാർക്കറ്റ് അതിന്റെ സുഗമമായിട്ടുള്ള യാത്ര അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു. തൽഫലമായി 873 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 23,997 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ നിഫ്റ്റിക്കായപ്പോൾ സെൻസെക്സിന് 2,946 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 2,987 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എൻഎസ്സിയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും 2,787 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി, അതേസമയം 254 സ്റ്റോക്കുകൾക്ക് മാത്രമേ ഇന്ന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നുള്ളൂ. ശ്രീറാം ഫൈനാൻസ്, അദാനി എന്റർപ്രൈസസ്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ഐഷ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറിയപ്പോൾ കോൾ ഇന്ത്യ, ടെക് മഹേന്ദ്ര, നെസ്ലെ ഇന്ത്യ, വിപ്രോ, ONGC തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. ബോർഡർ മാർക്കറ്റ്സുകൾക്ക് ഇന്ന് ബെഞ്ച് മാർക്ക് ഇൻഡസ്ട്രീസുകളെ മറികടന്നുകൊണ്ടുള്ള ശക്തമായ പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കുകയും ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 4% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി സെക്ടർ വൈസ് നോക്കുമ്പോൾ ഇന്ന് എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കാനായപ്പോൾ ഓട്ടോ, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 6% നേട്ടം കൈവരിക്കാനും, അതേസമയം കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ടെലകോം, ഇൻഫ്ര, PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 3% മുതൽ 5% നേട്ടവും കൈവരിക്കുവാനായി. ഇന്ത്യൻ രൂപയ്ക്ക് തുടർച്ചയായി ഇന്ന് 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും US ഡോളറിനെതിരെ നേട്ടം തുടരുവാനായി ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 42 പൈസയുടെ നേട്ടത്തോടുകൂടി 92.58 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായത്. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ളൊരു അയവ് വന്നതിനെ തുടർന്ന് LNT സ്റ്റോക്കിനും ഇന്ന് ശക്തമായ നേട്ടം കൈവരിക്കുവാനായി. കാരണം കമ്പനിക്ക് മിഡിൽ ഈസ്റ്റിൽ ഒത്തിരിയേറെ പ്രൊജക്ടുകളുമുണ്ട്. ഇന്ന് ബാങ്കിംഗ് മേഖലയിൽ ഉടലെടുത്ത ശക്തമായ നേട്ടത്തെ തുടർന്ന് AU സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് 8% നേട്ടം ഇൻട്രാഡേ ബേസിസിലും കൈവരിക്കുവാനായി. ഏകദേശം HDFC ബാങ്ക് ഈ അടുത്ത കാലത്തായിട്ട് 20%-ലേറെ കറക്ഷനും നേരിട്ടിരുന്നു. മാത്രമല്ല 5%-ലേറെ നേട്ടത്തോടുകൂടി തന്നെ ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാൻ HDFC ബാങ്കിന് സാധിക്കുകയും ചെയ്തു. കൂടാതെ ഓയിൽ മേഖലയിലുള്ള HPCL, IOC, പെട്രോനെറ്റ്, ONGC, ഓയിൽ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾക്കും ഇന്ന് 8%-ലേറെ നേട്ടം കൈവരിക്കുവാനുമായി. റിയാലിറ്റി സെക്ടറും ഇന്ന് വിഭിന്നമായിരുന്നില്ല. തുടർച്ചയായി ഇന്ന് 5ാമത്തെ ട്രേഡിംഗ് സെഷനിലും നേട്ടം തുടരുവാൻ മേഖലയ്ക്ക് സാധിച്ചു. റിയാലിറ്റി മേഖലയിൽ നിന്നും പ്രസ്റ്റേജ്, DLF തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് 9%-ഓളം നേട്ടം ഇൻട്രാഡേ ബേസിസിൽ കൈവരിക്കുവാനുമായി. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി RBIയുടെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരികയുണ്ടായി. മാർക്കറ്റും നിക്ഷേപകരും അനലിസ്റ്റുകളൊക്കെ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ റെപ്പോ റേറ്റ് 5.25% സ്റ്റഡി ആയിട്ട് തന്നെ നിലനിർത്തുകയും ചെയ്തു. എന്നാൽ അതേസമയം ഫോറക്സ് വിപണികളിലെ അമിതമായ ചാഞ്ചാട്ടം നിരീക്ഷിക്കുമെന്ന് RBI ഗവർണർ ശ്രീ സഞ്ജയ് മൽഹോത്ര പറയുകയും ചെയ്തു. ഇന്നത്തെ RBI മോണിറ്ററി പോളിസിയിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇന്ന് രാവിലെയോടുകൂടി ട്രംപിന്റെ ഡെഡ് ലൈൻ അവസാനിക്കുവാൻ ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ഇറാനും USഉം തമ്മിൽ കണ്ടീഷണൽ ആയിട്ട് 2 ആഴ്ചത്തേക്കുള്ള സീസ് ഫയർ പ്രഖ്യാപനം വന്നതിനെ തുടർന്നാണ് ഞൊടിയിടയിൽ ഗ്ലോബൽ മാർക്കറ്റിന്റെ മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിന്റെയും ഗതിവിധികൾ മാറി മറിയുകയുണ്ടായത്.
ഈ ഒരു പ്രഖ്യാപനത്തെ തുടർന്ന് ഗ്ലോബൽ റിസ്ക് സെന്റിമെന്റ്സ് ഇംപ്രൂവ് ആവുകയും ചെയ്തു. മാത്രമല്ല ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 13% ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 15% ഇടിവിനും ഇത് കാരണമാവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് US ഫ്യൂച്ചേഴ്സ് ഷൂട്ടപ്പ് ആയതും ബാക്കിയുള്ള ഗ്ലോബൽ മാർക്കറ്റുകൾ പോസിറ്റീവായിട്ട് ഇന്ന് വ്യാപാരം ആരംഭിക്കുവാനും തുടരുവാനും അവസാനിപ്പിക്കുവാനായതും മാത്രമല്ല ഇന്ന് ഇന്ത്യ വിക്സ് സിംഗിൾ ഡേയിൽ തന്നെ 20% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് കൂൾ ഓഫ് ആയതും ഇതിനെല്ലാം പുറമെ തുടർച്ചയായി ഇന്ന് 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സീസ് ഫയറുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ബാക്കിയുണ്ടായിരുന്ന ഘടകങ്ങളും മാർക്കറ്റിന് അനുകൂലമായി മാറിയപ്പോൾ ഗ്യാപ് അപ്പ് ഓപ്പണിംഗിന് ശേഷം ആ നേട്ടം നിലനിർത്തിക്കൊണ്ടു പോകുവാനും ഇന്ന് മാർക്കറ്റിന് സാധിക്കുകയും ചെയ്തു. അങ്ങനെ 1.5 മാസങ്ങളായിട്ട് വെസ്റ്റേഷൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾക്ക് ശേഷം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നാളെ മുതൽ ക്വാർട്ടർ 4 റിസൾട്ടുകളുടെ റിലീസ് ആരംഭിക്കുകയാണ്. ഈ ക്വാർട്ടറിലും IT സെക്ടറിൽ നിന്നുള്ള ഹെവി വെയ്റ്റ് സ്റ്റോക്കായ TCS തന്നെയാണ് ആദ്യമായി ക്വാർട്ടർ 4ലെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതും. ഇതിനു പുറമെ മറ്റ് 8 കമ്പനികൾ കൂടി അവയുടെ ക്വാർട്ടർ 4 ഏർണിംഗ്സുകൾ നാളെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കമ്പനികൾ ഇവയൊക്കെയാണ്, അതായത് ആനന്ദ് രതി വെൽത്ത് ലിമിറ്റഡ്, GM ബ്രൂവറീസ് ലിമിറ്റഡ്, PAE ലിമിറ്റഡ്, രാജ്പുത്ന സ്റ്റെയിൻലെസ് ലിമിറ്റഡ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ലിമിറ്റഡ്, RSWM ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളാണ് അവയുടെ ക്വാർട്ടർ 4 ഏർണിംഗ്സുകൾ നാളെ പ്രസിദ്ധീകരിക്കുക. ഓരോ ദിവസവും റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന കമ്പനികളുടെ ലിസ്റ്റ് വിശദമായി തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 2.5% അഥവാ 1203 പോയിന്റുകളുടെ നേട്ടത്തിൽ തന്നെയാണ് നിലവിലും വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 2.5%, ഫ്രാൻസ് മാർക്കറ്റിന് 4.25%, ജർമ്മൻ മാർക്കറ്റ് 4.25% നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്ന് ഇന്ത്യ ഉൾപ്പെടെ എല്ലാ മാർക്കറ്റുകൾക്കും ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ജപ്പാൻ മാർക്കറ്റിന് 5.5%, കൊറിയൻ മാർക്കറ്റിന് 6.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ശക്തമായ ഇടിവ് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ബ്രെന്റ് ക്രൂഡിന്റെ വില $94.57 പെർ ബാരൽ എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു. ക്രൂഡ് ഓയിലിന്റെ വില $95.06 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേരുകയും ചെയ്തു. രാവിലെ നമ്മൾ കണ്ട പോലെ തന്നെ ഗോൾഡിലുള്ള ഉയർച്ച അതേപടി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. 1.5% നേട്ടമാണ് ഗോൾഡിൽ അനുഭവപ്പെടുന്നതും. $4780.85 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ICRA നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് 1.5% അധിക ഓഹരികൾ സ്റ്റോക്കിൽ വാങ്ങി. സെല്ലോ വേൾഡ്, ഗോൾഡ്മാൻ സാച്ചസ് 55 കോടി രൂപയിലധികം മൂല്യം വരുന്ന ഓഹരികൾ സ്റ്റോക്കിൽ നിന്നും വിറ്റിറങ്ങി. LIC കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യമായിട്ടുള്ള ബോണസ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി ഏപ്രിൽ 13 കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. ഓം പവർ ട്രാൻസ്മിഷൻ IPO സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നാളെ ഓപ്പൺ ആകുന്നുണ്ട്, അതായത് ഏപ്രിൽ 9 166 രൂപയ്ക്കും 175 രൂപയ്ക്കും ഇടയ്ക്കായിട്ടാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നതും. 85 ഷെയറുകളാണ് ഒരു ലോട്ടായിട്ട് പരിഗണിക്കുന്നതും. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ലിമിറ്റഡ് 2026 മെയ് മുതൽ കാറുകളുടെ വിലയിൽ 1% വർദ്ധിപ്പിക്കുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചു. മാക്സ് ഹെൽത്ത് കെയർ കലിംഗ ഹോസ്പിറ്റലിന്റെ 58.4% വരുന്ന ഓഹരികൾ 300 കോടി രൂപയ്ക്ക് കമ്പനി ഏറ്റെടുക്കുന്നു. VST ഇൻഡസ്ട്രീസ് ആന്ധ്രാപ്രദേശ് അധികൃതരിൽ നിന്ന് CGST നിയമപ്രകാരം 73.78 ലക്ഷം രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. സയന്റ് കൈനറ്റിക് ടെക്നോളജീസിന്റെ ഭൂരിപക്ഷ ഓഹരികൾ $85 മില്യൺ കമ്പനി സ്വന്തമാക്കി. PNG ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് 25 പുതിയ സ്റ്റോറുകൾ തുറന്നുകൊണ്ട് ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാകുമ്പോഴേക്കും കമ്പനിയുടെ സ്റ്റോറുകളുടെ എണ്ണം 103 ഉയർത്താൻ കമ്പനി പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.